Solomon Haligua, guess where I am? നിന്റെ ആൻസസ്ട്രൽ വീട്ടില് നീ പെറ്റ് വീണ ബെഡിലാണ് ഞാൻ ഇരിക്കണം. See? Really? Oh, watch. Here is Sarah Cohen, your grandmother. And this is Rabbi Solomon Haligua, your great-grandfather. And Rebecca, നിന്റെ അമ്മ. This is your whole family, your sisters, and there you are. So cute. ഒരു രസത്തിന് വേണ്ടി നിന്റെ റൂട്ട്സ് തപ്പി വന്നതാ. പക്ഷെ ഐ ഡോണ്ട് നോ, ഈ റൂമിൽ മുഴുവനും നിന്റെ മണം. എനിക്ക് ശ്വാസം മുട്ടുന്നു. ഐ ഫീൽ ചോക്ഡ് ഹിയർ. നിന്നെ എനിക്ക് ജൂത പേരിട്ട് വിളിക്കാൻ തോന്നുന്നു. ആവിവ ആവിവ ആവിവ. പാട്ട് കാപ്പിക്കടയുടെ വിശേഷംസാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ നെക്സ്റ്റ് ജോയിൻ ചെയ്യാൻ പോകുന്ന ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ പോലീസ് ഓഫീസർ വർഗീസ് തോമസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ഓക്കെ ചേട്ടാ, എത്ര നാളായിട്ട് ഈ പാട്ട് കാപ്പിക്കടയിൽ? ഒത്തിരി കാലമായി. ജീവിതകാലം മുഴുവൻ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു തോന്നല. ഓ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടപ്പും ഉറപ്പും ഒക്കെ ഇവിടെ തന്നെ. രാവിലെ ഓരോരോ തട്ടിപ്പുകളെ രാവിലെ നോക്കിട്ട് തന്നെ തേപ്പ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും കാണുന്ന ഒരു കോമൺ കാപ്പിക്കടയൊന്നും അല്ല. ഇത് ഒരു പാട്ട് കാപ്പിക്കട. കേൾക്കാറുണ്ട്. എനിക്കിഷ്ടമുള്ള സ്ഥിരമായിട്ടൊരു പാട്ടുണ്ട്. ഓക്കെ, അത് 1975 ലോഫർ എന്ന് പറഞ്ഞ ഹിന്ദി പാട്ടാണ്. എന്റെ ഭാര്യ ആലിസിനും കൂടെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അതാണ് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നത്. ഓക്കെ, എന്തായാലും ആ ക്ലാസിക് സോങ് നമ്മുടെ ക്ലബ് എഫ്എമ്മിലൂടെ കേൾക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ്. വാഹിൻ വസനോടൊപ്പം ടൺ കണക്കിന് ഫൺ. മിർസ ഗാലിബ്. ഇത്തവണ അജ്മീർ ഗംഭീരം സ്വസ്ഥമായിട്ട് ദർഗയിലിരുന്നു. ഒപ്പം ഹക്കീം ഉണ്ടായിരുന്നുകൊണ്ട് സന്തോഷമായി. കഴിഞ്ഞ ആഴ്ച വരുമെന്നല്ലേ? ഫക്കർ സ്വീകരിച്ച സൂഫികൾ യാത്ര ചെയ്യുന്നു, അറിയാലോ. ഒന്നും കയ്യിലില്ലാത്തവൻ, ആരും ഒരു മാസ്റ്ററുമില്ലാത്തവൻ, സ്വതന്ത്രൻ, അതാ ഫക്കീർ. ഈ ദേഹം നോക്കാതെയുള്ള അലച്ചില് അത്ര നല്ലതല്ല. ആ മഹാ തേജസ്സിന് മുമ്പിൽ നിഴലിൻ്റെ സ്ഥാനമേ അവർ ദേഹത്തിന് കൽപ്പിച്ചിട്ടുള്ളൂ. ഡോക്ടർ അന്വേഷിച്ചു, ചെന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു. ഒരു മാസമായി പോയിട്ടല്ലേ? അതെ. അല്ല, ബാങ്ക് വിളി മാറി. ഇറങ്ങട്ടെ. ഡോക്ടറെ ചെന്ന് കണ്ടേക്കണം. കാണാം. അസ്സലാമു അലൈക്കും. ആ എൻക്വയറിയുടെ ഫയല് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്തോട്ടാണ് വന്നത്. അതവിടെ ഇരിക്കട്ടെ. DGPയുടെ ഓഫീസിൽ നിന്ന് ഇനി എപ്പോഴെങ്കിലും ഒരു കുറി വരും. ഞാനെന്തെങ്കിലും എഴുതി വിട്ടോളാം. തൽക്കാലം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ? താങ്ക് യു വെരി മച്ച് ചേട്ടാ. ഇതേപോലെ വ്യത്യസ്ത തരം ഗസ്റ്റുകളാണ് ഇവിടെ വരാറുള്ളത്. നെക്സ്റ്റ് ധൃതി വെച്ച് ഒരാൾ വരുന്നുണ്ട്. ഹലോ ചേട്ടാ, പേരെന്താ? ആദികേശൻ. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാനിവിടെ ബാങ്കിൽ മാനേജറാണ്. ഓക്കെ, പാട്ട് കാപ്പിക്കടയെ പറ്റിയിട്ട് ഒരു റേഡിയോ ഷോ ഞാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ചേട്ടാ, ഇതിനെ പറ്റിയിട്ട് എന്താണ്? സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട്? ഞാനിപ്പോൾ ഇവിടെ സ്ഥിരം വരേണ്ട ഒരു അവസ്ഥയിലാണ്. ഒരു ഇഷ്ടമുള്ള പാട്ടും കൂടെ. ഞാനും ഈ കാപ്പിക്കടയായിട്ട് ഒരു കത്തെടുപാട് നടന്നുകൊണ്ടിരിക്കും. അന്ന് കഴിഞ്ഞിട്ട് പോരെ? ശരി ശരി.
ആള് കുറച്ച് ചൂടിലാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്, ചൂടായി പോകുന്നവരൊക്കെ അകത്ത് കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ കൂളാവും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾ പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇനി ഞാൻ പറയാം. ഞാൻ ഒരുപാട് പേർക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു പിടിച്ചിട്ടുമുണ്ട്. ഇന്ത്യയിലെ ബാങ്കുകൾക്ക് കിട്ടാനുള്ള കിട്ടാക്കട എത്രയാണെന്നറിയോ? എത്ര? 10 ലക്ഷം കോടി. ദേ ഈ മാർച്ച് വരെയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം അതൊരു 1.5 ലക്ഷം കോടി വീണ്ടും ആയിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ ബാഗും തൂക്കിയിട്ട് ഞാൻ ഇറങ്ങുന്നത്. കല്യാണി. ഏത് കല്യാണി? ആകെ പാടോ. 1969 50,000 രൂപയുടെ ലോണിൽ തുടങ്ങിയതാണ്. 73 അത് 2 ലക്ഷം, 80 അത് 4 ലക്ഷം, 2001 10 ലക്ഷം. ഇതൊക്കെ ബാങ്കുകളെ വിശ്വസിച്ചിട്ട് കൊടുക്കുന്നതാണ്. ശുദ്ധ ധന്യാസി. ഓ, അയാൾ എത്ര വലിയ സന്യാസി ഒന്നുമല്ല. രാഗത്തിന്റെ പേരാടോ ശുദ്ധ ധന്യാസി. പാട്ട് കേട്ടാൽ മാത്രം പോരാ, എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കും. ഇല്ല, താൻ പറ, വായ്പ എടുത്താൽ തിരിച്ചു കൊടുക്കണോ വേണ്ടേ? വേണം, തിരിച്ചടയ്ക്കണം. പക്ഷെ അത് തിരിച്ചടയ്ക്കാൻ കയ്യിൽ കാശ് വേണം. ഈ യാചകന്മാർക്ക് രാജമന്ദിരം പണിയാനാണല്ലോ ബാങ്ക് ലോൺ കൊടുക്കുന്നത്. അതുകൊണ്ട് തിരിച്ചടയ്ക്കണം. വേണം. 2005 കേന്ദ്ര ഗവൺമെന്റ് കോളാമ്പി നിരോധിച്ചു. അതിന് വരുമാനമില്ലാതെ എങ്ങനെ അടയ്ക്കും? പറയുമ്പോൾ 2 ഭാവം പറയും. എനിക്ക് ഒറ്റ ഭാഗമേ ഉള്ളൂ, ഈ ഭാഗം. അടുത്ത 15-ാം തീയതിക്ക് ഒരു തീരുമാനം ഉണ്ടാകണം. ഹോട്ടായി പോയ ആൾ ഇതാ കൂളായി ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പാട്ടും കൂടെ പറഞ്ഞിട്ട്. നയാ പൈസ ഇല്ല കയ്യിൽ, നയാ പൈസ ഇല്ല. ഇതാണ് ഈ സിറ്റുവേഷൻ ഇപ്പോൾ എനിക്ക് ഏറ്റവും നല്ലത്. ഓക്കെ, ഹായ്, എക്സ്ക്യൂസ് മീ, പേര്? അരുന്ധതി. സ്ഥിരമായി പാട്ട് കാപ്പി കടയിൽ വരാറുണ്ടോ? അല്ല, എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, എന്താണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയാനുണ്ട്? ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്തോട്ടെ. ഓക്കെ, ശരി. ഇതിനെപ്പറ്റി എങ്ങനെയാണ് അറിഞ്ഞേ? പല സോഴ്സസും ഉണ്ട്. ഓക്കെ, ശരി. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ട് കുട്ടി ഇറങ്ങി വരും. നമ്മുടെ പാമ്പോന്നിക്കാലം Hi, I'm Arundhati. Nice to meet you. പാട്ട് കാപ്പി കടേനെ പറ്റി ഞാൻ വീട്ടിൽ വായിച്ചിരുന്നു. ഫോട്ടോ കണ്ടിരുന്നു കേട്ടോ. 1 black coffee please, strong. ഓ, ഞാൻ എഴുതി തരുന്നല്ലോ, അപ്പോഴേ കാപ്പി കിട്ടൂ. LP റെക്കോർഡ്സ് ആണല്ലോ, പഴയതേ കാണൂ. എനിക്കൊരു ക്ലൂ തരുമോ? നമ്മുടെ ഗീതാദത്ത് KPSCയിൽ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നില്ലേ? പിന്നെ KPSCയുടെ പാട്ട് എഴുതാം. അപ്പോൾ പാമ്പുകൾക്ക് മാളമുണ്ട്, അതെടുക്ക്. അത് വേണ്ട, എൻ്റെ പാട്ട് ചക്കരപ്പന്തലാണ്. എൻ്റെ ആലിസിന് ഇഷ്ടമുള്ള പാട്ടാ.